ഹലോ, ഞാൻ നെസ്റ്റ. 2019-2025 IISc SCU ഡിപ്പാർട്ട്മെന്റിൽ PhD ചെയ്തിരുന്ന ആളാണ്. എൻ്റെ ഓർമ്മകളിലെ മുദ്ര എന്ന് പറയുമ്പോൾ 2019 ഓഗസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ജോയിൻ ചെയ്ത് മലയാളി അസോസിയേഷൻ സിമയുടെ മെമ്പറൊക്കെ ആവുന്നു. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ സിമ ഇങ്ങനെ മുദ്ര എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഇവന്റ് നടക്കുന്നുണ്ട്. മാർച്ചിലേക്കാണ് നടക്കുന്നത്. അപ്പൊ അതിലിങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസും പരിപാടികളും ഒക്കെ ആണെന്നൊക്കെ അറിയുകയും നമ്മൾ പതുക്കെ അതിന്റെ കൾച്ചറൽ പ്രോഗ്രാംസിന്റെ പാർട്ടാവുകയും ഡിസംബറൊക്കെ തൊട്ട് പതുക്കെ ഞാൻ ആ സമയത്ത് സിനിമാറ്റിക് ഡാൻസിന്റെ പാർട്ടായിരുന്നു. നമ്മൾ പതുക്കെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി, പാട്ടുകളൊക്കെ തീരുമാനിച്ച് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് 2020 ഫെബ്രുവരി മാർച്ച് സമയത്ത് നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക് വരികയും ക്യാമ്പസും മൊത്തം ലോക്ക്ഡൌൺ ആവുകയും അങ്ങനെ ആദ്യത്തെ മുദ്ര കോവിഡിൽ മുങ്ങി പോവുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 വർഷത്തോളം നമ്മൾ റെസ്ട്രിക്ഷൻസും ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഒരു 2021 എൻഡ് അല്ലെങ്കിൽ 2022 ബിഗിനിങ് ഒക്കെയും റെസ്ട്രിക്ഷൻസ് ഒക്കെ പതുക്കെ ആയിരുന്നു. ക്യാമ്പസ് ഒക്കെ പിന്നെയും പതുക്കെ സജീവമായി വന്ന സമയത്താണ് വീണ്ടും മുദ്രയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുന്നതും. ഇപ്പൊ 22 മാർച്ച് കഴിഞ്ഞു, ഇനി അടുത്ത മാർച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ട, അതിനു മുമ്പേ നമുക്ക് മുദ്ര നടത്താം എന്നുള്ള ഒരു കളക്റ്റീവ് തീരുമാനത്തിൽ മുദ്രയെ കുറിച്ചുള്ള പ്രിപ്പറേഷൻസും ഡിസ്കഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ നവംബർ സമയത്ത് മുദ്ര നടത്താം എന്നുള്ളൊരു ഡിസിഷനിലോട്ട് എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അജിൻ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു ഡ്രാമ ചെയ്യാം, ചേച്ചി അത് ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും വിചാരിച്ചു ഒരു കൈ നോക്കാം, മുദ്രയല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് മുദ്രയിലേക്കുള്ള എന്റെ റീ എൻട്രി സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ മുദ്ര 22-ല് ഞങ്ങൾ പർഗാമിനി എന്ന് പറഞ്ഞൊരു ഡ്രാമ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുദ്ര 24-ല് ചെറിയ ലോകവും ചെറിയ മനുഷ്യനും എന്ന ഡ്രാമ, മുദ്ര 25-ല് തേങ്ങ എന്ന് പറയുന്ന ഒരു ഡ്രാമ, അങ്ങനെ ഈ 3 ഡ്രാമയുടെയും ഡയറക്റ്റ് ചെയ്യാൻ അങ്ങനെ പാർട്ടാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ നമ്മൾ മുദ്ര പ്രോഗ്രാം തീരുമാനിച്ചു കഴിയും. പിന്നെ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് ആണ്, ലേറ്റ് നൈറ്റ് പ്രാക്ടീസ് സെഷൻസ്. കാരണം എല്ലാവരും PhD സ്റ്റുഡൻസും MTech സ്റ്റുഡൻസും ലാബിൽ വർക്കുള്ളവരും എല്ലാവരുമാണ്. എങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ടും വൈകുന്നേരം ഇന്ന സമയത്ത് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരികയും ലേറ്റ് നൈറ്റ് വരെ ഇരുന്നാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു മുദ്രയെ നന്നായിട്ട് നടക്കണം, പ്രോഗ്രാം നന്നായിരിക്കണം എന്നുള്ള എല്ലാവരുടെയും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പാഷന്റെ പുറത്താണ് എല്ലാവരും അത് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സമയത്തുള്ള മെമ്മറീസ് എന്നൊക്കെ പറയുന്നത്, അതിന്റെ കൂടെ തന്നെ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് നടക്കുന്നു, പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നു, പഴയ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്സ് മാറ്റി എഴുതുന്നു. അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ തള്ള തമാശകളും കമന്റ് അടികളും കാര്യങ്ങളും എല്ലാം മുദ്രയെ കുറിച്ചുള്ള ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. നമുക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ് എല്ലാം. അപ്പൊ അതും കഴിഞ്ഞ് മുദ്രയോട് അടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ വേറെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഡിസ്കഷൻസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഡിസ്കഷൻസ്, റെക്കോർഡിങ്സ്, വോയിസ് ഓവറുകളൊക്കെ ഉള്ളതിന്റെ റെക്കോർഡിങ്സ്, നമ്മൾ രാത്രിയൊക്കെ ബയോളജിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഡിയോ റൂമിലൊക്കെ പോയിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പിന്നെ കോസ്റ്റ്യൂം, ഡ്രസ് റിഹേഴ്സല്, തലേദിവസമുള്ള സ്റ്റേജ് പ്രാക്ടീസുകൾ, അതൊക്കെ മുദ്രയെ കുറിച്ചുള്ള ശരിക്കും നല്ല നല്ല മെമ്മറീസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രാമ ആയതുകൊണ്ട് അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ വേണ്ട ആവശ്യങ്ങളും പ്രോപ്സിന്റെ കാര്യങ്ങള്, അതൊക്കെ നമ്മൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. പർഗാമിനി എന്ന് പറഞ്ഞ ഡ്രാമയിൽ നമുക്ക് സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്യാൻ, 2 റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വേണമായിരുന്നു. ചെറിയ ലോകവും ചെറിയ മനുഷ്യരിലും നമുക്കൊരു പോഡിയവും അതിന്റെ പുറത്തൊരു സ്റ്റാച്ചുവിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. തേങ്ങ എന്ന് പറഞ്ഞ നാടകത്തില് സ്റ്റേജിൽ നമുക്കൊരു തെങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ചെന്ന് നമ്മൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനോട് പറയുമ്പോൾ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ ചേച്ചി നമുക്കത് ചെയ്യാം എന്ന് പറയാൻ അവിടെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അത് ഇമ്പോസിബിൾ ആണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യനേ അല്ല. നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യാം, ഇന്നത് വേണം, അതെല്ലാ കാര്യത്തിലും ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യാം എന്ന് പറയാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അത് ചെയ്തെടുക്കുകയും ചെയ്യും കേട്ടോ. അത്രയും ടാലന്റഡ് ആയിട്ടും അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മുദ്രയുടെ പുറകിലുള്ളതെന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡേ ഓഫ് മുദ്രയുടെ പ്രോഗ്രാംസ് ആണെങ്കിലും അടിപൊളി പ്രോഗ്രാംസ്. നമ്മൾ ആ ഒരു ഈവനിങ് ഇസ് ലൈക്ക് ഈവനിങ് ഓഫ്
പ്യുവർ ജോയ് എന്ന് തന്നെ പറയാം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു PhD ലൈഫിൽ നിന്ന് ഒരു എസ്കേപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല, എങ്കിലും അതൊരു ആ ഒരു the months that lead up to Mudra is like very very beautiful memories, one of the best memories that you will get from IISc if you are a part of Mudra. അത് ശരിയാണ്, നമ്മൾ ആ ഒരു സമയത്തെ ഫ്രണ്ട്ഷിപ്പുകളും ആ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും മുദ്രയ്ക്ക് വേണ്ടി, മുദ്രയുടെ ആ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ടും, ആൻഡ് മുദ്ര ഇസ് ഓൾസോ എ ടീം എഫേർട്ട്. അത് കോർഡിനേറ്റേഴ്സ് ആയാലും പാർട്ടിസിപ്പൻസ് ആയാലും പ്രോഗ്രാമിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണെങ്കിലും എവ്രി വൺസ് കളക്റ്റീവ് എഫേർട്ട് തന്നെയാണ് മുദ്ര. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് മുദ്ര സ്റ്റാൻഡ്സ് ഫോർ ഓൾസോ. സോ ഈ വർഷവും മുദ്ര 26-ന് എല്ലാ അഭിനന്ദനങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.